ഒരു തുള്ളി എണ്ണയോ നെയ്യോ ഇല്ലാതെ വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ലൊരു 4 മണി പലഹാരത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഈ ഒരു പലഹാരം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നൊക്കെ നമുക്കൊന്ന് നോക്കിയിട്ട് വരാം. എല്ലാവർക്കും റെസിപ്പീസ് ബൈ രേവതിയുടെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇതിനായിട്ട് ആദ്യം തന്നെ ഞാനിവിടെ ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കാനാണ് പോകുന്നത്. ഞാനിവിടെ 1/2 കപ്പ് അളവ് ശർക്കരയാണ് എടുത്തിരിക്കുന്നത്. പൊടിച്ച ശർക്കരയാണിത്. ഇതിലേക്ക് 1/4 കപ്പ് അളവ് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ശർക്കര പാനിയാക്കി എടുക്കാം. ശർക്കരയൊക്കെ ഒന്ന് നന്നായി മെൽറ്റ് ആയിട്ട് വന്നിട്ട് ഒന്ന് പതഞ്ഞ് വന്നാൽ മാത്രം മതി. ആ ഒരു രീതിക്കാണ് ഇവിടെ ശർക്കര പാനി തയ്യാറാക്കി എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ ചൂടൊക്കെ ഒന്ന് ആറാൻ വേണ്ടിയിട്ട് ഞാനിവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഒരു ബൗളിലേക്ക് 1/2 കപ്പ് അളവ് അരിപ്പൊടിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അരിപ്പൊടി ഞാനിവിടെ നല്ല ഫൈനായിട്ടുള്ള വറുത്ത അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വറുത്തതോ വറക്കാത്തതോ ആയിട്ടുള്ള അരിപ്പൊടി ഉപയോഗിക്കാവുന്നതാണ്. നല്ല ഫൈനായിട്ടുള്ള പൊടി തന്നെ ഉപയോഗിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇനി ഇതിലേക്ക് 1/4 കപ്പ് അളവ് ഫ്രഷായിട്ട് ചിരകിയെടുത്തിരിക്കുന്ന തേങ്ങയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ കൂടെ തന്നെ 2 ടേബിൾ സ്പൂൺ അളവിൽ തൈരും കൂടെ ചേർത്തിട്ടുണ്ട്. അധികം പുളിപ്പില്ലാത്ത തൈരാണ് ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഈ ഒരു തൈരിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ 1 ടീസ്പൂൺ അളവിൽ ചെറുനാരങ്ങ നീരും ഉപയോഗിക്കാവുന്നതാണ്. ഇനി ഇതിലേക്കൊരു നല്ല ഫ്ലേവറിനായിട്ട് 1/4 ടീസ്പൂൺ അളവിൽ ഏലക്ക പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ശർക്കര പാനി ഒന്ന് അരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. ശർക്കര പാനിയുടെ ചൂട് നല്ലപോലെ ആറി വന്നതിന് ശേഷമാണ് ഞാനിവിടെ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ആദ്യം ഒന്ന് ശർക്കരപ്പാനിയുടെ ആ ഒരു പറ്റിലാണ് നമ്മൾ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നത്. അതിനുശേഷം നോക്കിയിട്ട് വേണം വെള്ളം ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ആദ്യമേ തന്നെ ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കരുത്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ആദ്യം ശർക്കരപ്പാനിയുടെ ആ ഒരു ഇതിൽ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മളുടെ കൂട്ട് കട്ടിയായിട്ടാണ് ഇരിക്കുക. എന്നിട്ട് നമ്മൾ വെള്ളം കുറച്ചായിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാനിവിടെ ഏകദേശം ഒരു 2 ടേബിൾ സ്പൂണോളം വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ആ ഒരു വെള്ളത്തിൻ്റെ അളവ് ചിലപ്പോൾ അങ്ങോട്ടോ ഇങ്ങോട്ടൊക്കെ ആവാം. അത് നിങ്ങൾ നോക്കിയിട്ട് മാത്രം ചേർത്ത് കൊടുക്കുക. അവസാനം കൂട്ടിൻ്റെ കൺസിസ്റ്റൻസി ഞാൻ കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ വെള്ളം ചേർത്ത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിക്കുള്ള കൂട്ടാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ഒരല്പം തിക്കായിരിക്കണം, എന്നാൽ പോറിങ് കൺസിസ്റ്റൻസിയിലായിരിക്കുകയും ചെയ്യണം. ഇനി ഇത് ഏത് പാത്രത്തിലാണോ സെറ്റ് ചെയ്തെടുക്കാൻ വേണ്ടി പോകുന്നത് ആ ഒരു പാത്രം ഒന്ന് ചെറുതായിട്ട് എണ്ണ തടവിയെടുക്കാം. ഞാനിവിടെ ഇതുപോലത്തെ ചെറിയ കറിപ്പാത്രമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ഏത് ടൈപ്പിലുള്ള പാത്രത്തിൽ വേണമെങ്കിലും ഇത് സെറ്റ് ചെയ്തെടുക്കാം. നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കൂട്ടിലേക്ക് ഒരു നുള്ളു ഉപ്പും അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് സോഡ കൂടെ ചേർത്ത് കൊടുക്കാം. ബേക്കിംഗ് സോഡ നമ്മളിത് എപ്പോഴാണോ വേവിക്കാൻ വേണ്ടി പോകുന്നത് അതിന് തൊട്ട് മുന്നേ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അതും കൂടെ ചേർത്ത് ഒന്ന് നല്ല പോലെ തന്നെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഉപ്പ് നിങ്ങൾക്ക് വേണമെങ്കിൽ ആദ്യമേ ചേർത്ത് കൊടുക്കാവുന്നതാണ്. പക്ഷേ ബേക്കിംഗ് സോഡ നമ്മളിത് കുക്ക് ചെയ്യുന്നതിന് തൊട്ട് മുന്നേ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇതും കൂടെ ചേർത്ത് ഞാനിവിടെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ നേരത്തെ എണ്ണ തടവി വെച്ചിരിക്കുന്ന ആ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. മുഴുവനായിട്ടും ഒഴിച്ചു കൊടുക്കരുത്. ഒരു അരഭാഗം മുതൽ 1/4 ഭാഗത്തോളം മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. ഇത് നന്നായിട്ട് പൊങ്ങി വരും. അപ്പോൾ ഇതുപോലെ ഞാൻ എല്ലാ പാത്രത്തിലും ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലേക്കായിട്ട് കുറച്ച് അണ്ടിപ്പരിപ്പ് ചെറുതായിട്ട് ക്രഷ് ചെയ്തതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ആവിയിൽ വേവിച്ചെടുക്കാനാണ് പോകുന്നത്. അതിന് വേണ്ടിയിട്ട് സ്റ്റീമർ നേരത്തെ വെള്ളമൊഴിച്ച് ആവി വരാൻ വേണ്ടി വെച്ചിരുന്നു. ഇത് വെച്ച് കൊടുത്തതിന് ശേഷം അടച്ച് വെച്ച് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് 20 മിനിറ്റ് നേരമാണ് ഇത് കുക്ക് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ഇപ്പോൾ ഇതാ ഏകദേശം 20 മിനിറ്റ് ആയിട്ടുണ്ട്. ഇത് പാകത്തിന് റെഡിയായി വന്നിട്ടുണ്ട്. നല്ല പോലെ പൊങ്ങിയൊക്കെ വന്നിട്ടുണ്ട്. ഇതിൻ്റെ ചൂടൊക്കെ ഒന്ന് ആറാൻ വേണ്ടി ഞാനിവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ചൂട് നല്ലപോലെ ആറി വന്നതിന് ശേഷം നമുക്കിത് ഡീമോൾഡ് ചെയ്തെടുക്കാം. ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് കൈ ഉപയോഗിച്ച് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് കയ്യിലേക്ക് ഒന്ന് ചെറുതായിട്ട് ടാപ്പ് ചെയ്യുമ്പം തന്നെ ഈസി ആയിട്ട് ഒട്ടും പറ്റിപ്പിടിക്കാതെ ഡീമോൾഡ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള നമ്മളുടെ പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ കുറച്ച് ചേരുവകൾ മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. അതുപോലെ തന്നെ നമ്മളിതിലേക്ക് പഞ്ചസാര ഒന്നും തന്നെ ചേർത്തിട്ടില്ല. അരിപ്പൊടിയും ശർക്കരയും ഒക്കെ ചേർത്തത് കൊണ്ട് തന്നെ വളരെ ഹെൽത്തി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കാണ് ഇന്ന് തയ്യാറാക്കി എടുത്തിരിക്കുന്നത്. എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ. കുട്ടികളൊക്കെ സ്കൂൾ വിട്ട് വരുമ്പോൾ ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാനും പറ്റും. ഇത് ട്രൈ ചെയ്തതിന് ശേഷം ഫീഡ്ബാക്സ് ഒക്കെ പറയാൻ വേണ്ടി മറക്കരുത്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറന്നു പോകല്ലേ. വീണ്ടും ഒരു നല്ല റെസിപ്പിയുമായി കാണാം.